ഹലോ ഞാൻ സേല. അപ്പോൾ കുറേ നാളായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞ് ഡിലേ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെ സ്വന്തം ഗിവ് അവേ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗിവ് അവേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് ഇരുന്ന് കാണണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾ ഗിവ് അവേയിലോട്ട് എൻ്റർ ആവുന്നുള്ളൂ. പിന്നെ ഗിവ് അവേയിലെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വീഡിയോയിൽ കാണാമെന്നേ. അപ്പോൾ നമ്മുടെ ഗിവ് അവേ ഇത്രയും ഡിലേ ആയതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അതിൻ്റെ റീസൺ കൂടെ പറയാം കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര വർക്കുകളായിരുന്നു ഈ കുറച്ച് മാസങ്ങളായിട്ട്. മാത്രമല്ല നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം ഭയങ്കര ഡിലേ ആയിപ്പോയി. പക്ഷെ അങ്ങനെ ഒടുവിൽ ഞാൻ വിചാരിച്ചു എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 30K അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. ഒരു 30K എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. സോ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഗിവ് അവേ ചെയ്യുന്നത് 5 പേർക്കുള്ള ഗിഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി മേ ബി നമ്മളൊരു 6ാമത്തെ ഒരു സർപ്രൈസ് ഗിഫ്റ്റോടെ ഗിവ് അവേ അനൗൺസ് ചെയ്യുമ്പോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ഗിഫ്റ്റാണ് കേട്ടോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാനിങ്ങനെ കാർട്ടിലിട്ട് വെച്ചിരുന്ന ഒരു സാധനമാണ്. വേറെ ഒന്നുമല്ല, ഒരു വിൻറ്റേജ് ജേർണൽ സെറ്റാണ്. ഇതിൽ കംപ്ലീറ്റ് ജേർണൽ സപ്ലൈസ് വരുന്നുണ്ട്. ഞാൻ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഗിവ് അവേ ഗിഫ്റ്റായിട്ട് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിൻറ്റേജ് ജേർണലിംഗ് സെറ്റ് വേണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈസായിട്ട് അത് തന്നെയാണ് കൊടുക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെയുള്ളത് കുറച്ച് വിൻറ്റേജ് മെമ്മോ പാഡ്സ് ആണ്. അപ്പോൾ ഇതിൽ ടു ഡു ലിസ്റ്റിൻ്റെ വരുന്നുണ്ട്, അതുപോലെ സ്റ്റിക്കി നോട്ട് വൈബിൽ വരുന്നതൊക്കെ വരുന്നുണ്ട്. ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതാണ്. പിന്നെ ആർക്കാണെങ്കിലും ഈ ഒരു സെറ്റ് കിട്ടുന്ന ആൾ ആക്ച്വലി നല്ല ലക്കിയാണ്. കാരണം നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റും ഇല്ലെങ്കിലും ഈ ഒരു സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ജേർണലിങ് ചെയ്യാൻ പറ്റുന്നതാണ്, വിൻറ്റേജ് തീമിലല്ല കേട്ടോ. അതുപോലെ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിതൊരാൾക്ക് കൊടുക്കാനുള്ളതാണ്, പക്ഷേ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന്. പിന്നെ എനിക്ക് തോന്നി നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ട് അതെല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മറ്റേത് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു സങ്കടമാവും, വിന്നേഴ്സിനും അതൊരു സങ്കടമാവും. സോ അത് വേണ്ടാന്ന് കരുതിയിട്ട് എല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്. പിന്നെ അതിൽ നെക്സ്റ്റ് ഉണ്ടായിരുന്നത് 2 വാഷി ടേപ്പാണ്. അപ്പോൾ 2 വാഷി ടേപ്പ് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്നാലും നല്ല ക്യൂട്ടല്ല, ഐ മീൻ വിൻറ്റേജ് എസ്തറ്റിക് ആയിട്ടുള്ള വാഷി ടേപ്പാണ്. പിന്നെ വരുന്നത് കുറച്ച് കോഫി ബീൻസ് സെറ്റിൽ വരുന്ന സ്റ്റിക്കേഴ്സാണ്. അതും വിൻറ്റേജ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുടെ സ്റ്റിക്കേഴ്സാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ, അതെനിക്കിഷ്ടമായി. പിന്നെ വരുന്നത് കുറച്ച് സ്റ്റിക്കറായിട്ട് തന്നെയാണ് വരുന്നത്, പക്ഷേ എന്നാലും കുറച്ച് കട്ടൗട്ട്സ് ആയിട്ടുള്ളതാണ്. ഇതിൽ കേക്ക്സ് വരുന്നുണ്ട്, ബട്ടർഫ്ലൈ വരുന്നുണ്ട്, പിന്നെ ഇതിലൊരു മഷ്റൂം ഉണ്ടായിരുന്നു, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട്, കാരണം വിന്നറല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് എന്തൊക്കെയാണെന്നൊന്ന് പ്രോപ്പറായിട്ട് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് കാണിക്കുന്നതാണ് ഈ ഒരു വലിയ വിൻറ്റേജ് സെറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ആളെ, നമ്മുടെ ജേർണൽ. അപ്പോൾ ഇതൊരു വിൻറ്റേജ് തീമിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജേർണലാണ്. അപ്പോൾ ഇതിനൊരു കവറും വന്നിട്ടുണ്ട്, കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കവറാണ്. പിന്നെ ഈ ബുക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗ്രിഡാണ്. അതിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ജങ്ക് ജേർണൽസ് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ബുക്ക് എനിക്ക് കണ്ടപ്പോൾ ഇത് ഗിവ് അവേ കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ബുക്കാണ്.
പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കുറച്ച് സ്റ്റിക്കേഴ്സ് പോലെയുള്ള കട്ടൗട്ട്സും അതുപോലെ ടാഗ്സും ഒക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ കളർ പാലറ്റ് വിൻറ്റേജിൽ വരുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെയാണ് പറയാമെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ ജേർണലിങ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് മുൻപ്. അപ്പോൾ അതൊക്കെയാണുള്ളത്. അപ്പോൾ അത് ഓരോന്നോരോന്ന് കാണിക്കാം കേട്ടോ. പിന്നെ വരുന്ന സാധനമാണ് ഈ ഒരു സെറ്റിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മൾ കോഡ്സൊക്കെ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റും ഒക്കെ വരുന്നതായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. കാരണം ഈ ഡോട്ട്സും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു ഫുൾ സ്റ്റിക്കേഴ്സ് സെറ്റ് നല്ല അടിപൊളിയാണ്. കാരണം നമുക്ക് ജേർണലിംഗ് എല്ലാം ചെയ്യുമ്പോൾ ബേസൊക്കെ ആയിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള സ്റ്റിക്കേഴ്സാണ്. പിന്നെ 2 പോക്കറ്റ് എംവലപ്പ് കൈൻഡ് ഓഫ് തിങ് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. ഈ ഒരു റോസ് ബഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു സെറ്റിൽ അവസാനമായിട്ടുള്ളത് കുറച്ച് വിൻറ്റേജ് പേപ്പേഴ്സാണ്. അപ്പോൾ ഇതിൽ തന്നെ പ്രസ്ഡ് ഫ്ലവേഴ്സിൻ്റെ ഒരു തീമിൽ വരുന്നതുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഒരുപാട് പാറ്റേൺ പേപ്പേഴ്സൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാം പക്ക വിൻറ്റേജ് തീം ഫോളോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടാവും ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഹോൾ സെറ്റിലുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അടങ്ങുന്ന ഈ ഒരു വിൻറ്റേജ് ജേർണലിംഗ് സെറ്റാണ് നമ്മളെ ഫസ്റ്റ് വിന്നറിന് പ്രൈസായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫസ്റ്റ് പ്രൈസ് ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് വിന്നറിന് കിട്ടാൻ പോകുന്ന പ്രൈസ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു വലിയ സ്റ്റിക്കർ സെറ്റാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊരു ഗളി തീമിലാണ് വരുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൽ എന്താ ഉള്ളതെന്ന് കാണിക്കാം. ഇതിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ഉള്ളത്. സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് നമ്പേഴ്സ് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാം വെറൈറ്റീസാണ്. അപ്പോൾ സ്റ്റിക്കറൊക്കെ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇത് നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കാനാണെങ്കിൽ ഈ വീഡിയോ മതിയാവില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 4 സെറ്റിലായിട്ട് വരുന്ന സ്റ്റിക്കേഴ്സാണിത്. അപ്പോൾ ഇത് നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആണ്. പിങ്ക് കളറിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വിന്നറിന് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ തേർഡ് വിന്നറിന് കിട്ടാൻ പോകുന്നത് ഡോംസിൻ്റെ ഒരു ബ്രഷ് പെൻ സെറ്റാണ്. ഇത് ബേസിക് സെറ്റാണ്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാലിഗ്രഫി എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഡോംസിൻ്റെ ബ്രഷ് പെൻ വെച്ചിട്ടാണ്. അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് വെച്ച് എങ്ങനെ കാലിഗ്രഫി ചെയ്യണം എന്നുള്ള. ഇത് ഭയങ്കര മിനിമലായിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബ്രഷ് പെൻ സെറ്റാണ്. അപ്പോൾ നമ്മൾ തേർഡ് വിന്നറിന് ഇതാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഇതിൽ എത്ര ദിവസത്തോളം കളേഴ്സ് ഉണ്ട് എന്നുള്ളതെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഡോംസിൻ്റെ ബ്രഷ് പെന്ന് നമ്മൾ തേർഡ് വിന്നറിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് കാലിഗ്രഫി ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രഷ് പെൻ സെറ്റാണ്. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൈസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേഷനറി സാധനമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ഹൈലൈറ്റേഴ്സാണ്. അതും വെറും ഹൈലൈറ്റേഴ്സ് അല്ല, ഇത് പേസ്റ്റൽ കളർ തീമിൽ വരുന്ന ഹൈലൈറ്റേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും നിർബന്ധം ഉണ്ടായിരുന്നു ഞാൻ ഗിവ് അവേ കൊടുക്കുന്ന ആൾക്ക് എന്തായാലും ഈ ഒരു സെറ്റ് ഓഫ് ഹൈലൈറ്റേഴ്സ് കൊടുക്കണം എന്നുള്ളത്. കാരണം ഇത് ഭയങ്കര അഫോർഡബിളാണ്, അതുപോലെ നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് ബുള്ളറ്റ് ജേർണലൊക്കെ ചെയ്യുമ്പോൾ ഹൈലൈറ്ററിൻ്റെ യൂസ് എന്താണെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത് കിട്ടുന്ന ആൾക്ക് എൻ്റെ ബുള്ളറ്റ് ജേർണൽ വീഡിയോസ് കണ്ട് സെയിം ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ബുള്ളറ്റ് ജേർണൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ്സ് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സാണ് ഈ ഒരു ഹൈലൈറ്റേഴ്സിൽ വരുന്നത്. നല്ല ക്യൂട്ട് ആൻഡ് പേസ്റ്റൽ കളേഴ്സിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നുണ്ട്. ഇനി നമ്മൾ ഫിഫ്ത്തായിട്ട് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് മറ്റൊന്നുമല്ല, എൻ്റെ ഷോപ്പിൽ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഞാൻ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ടൊട്ടോറോ കീ ചെയിനാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചു ഗിവ് അവേക്ക് കൊടുക്കുകയാണെങ്കിൽ മാറ്റാമല്ലോ എന്ന്, കൊടുക്കാമല്ലോ എന്ന്. അങ്ങനെ എടുത്തതായതുകൊണ്ട് തന്നെ ഇത് കുറേ കാലമായിട്ട് എടുത്തിട്ടൊന്നും നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഡാമേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മളെ ഫിഫ്ത്ത് വിന്നറിന്. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഇതൊരു കുഞ്ഞ് ഗിഫ്റ്റാണ്. അപ്പോൾ ഇനി മേ ബി ഞാൻ ഇതിലോട്ട് ഒരു ഗിഫ്റ്റ് കൂടെ ആഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ലെറ്റർ എന്തെങ്കിലും ആഡ് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ സിക്സ്തായിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടെ നമ്മൾ സിക്സ്ത് മെമ്പറിനും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിന് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്കതിൻ്റെ റൂൾസൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഭയങ്കര കുറച്ച് 3-4 സ്റ്റെപ്പുള്ളൂ. 3 സ്റ്റെപ്പുള്ളൂ. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 ചാനലുണ്ട്. ഒന്ന് മീ ആൻഡ് മൈ ഫെയർ, പിന്നെ സെർലാസ് ഡെയ്സി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ രണ്ടാമത്തെ ചാനലിൽ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ എന്നാലും സൂൺ ഞാൻ ഇൻഷാല്ല വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു 2 ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 2 ചാനലിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. 2 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ സെഹല എന്നുള്ള അക്കൗണ്ടാണ് കേട്ടോ ഫോളോ ചെയ്യേണ്ടി. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ്റെ ചാനലിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് വായിക്കുന്ന ആൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും വേണം. അപ്പോൾ എന്ന് തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻട്രോ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ എൻ്റെ എഡിറ്റിംഗ് സ്റ്റൈൽ ഇഷ്ടമാണെന്നോ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എൻ്റെ ചാനലിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് മെയിനായിട്ടുള്ളത്. പക്ഷേ ഇത് കൂടാതെ നിങ്ങൾ എൻ്റെ വീഡിയോ എത്ര പേർക്ക് ഷെയർ ചെയ്യുന്നു, അവരൊക്കെ എൻ്റെ ചാനൽ കാണുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുന്നതാണ്. പക്ഷെ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറ്റുന്നവരെല്ലാം ചെയ്യുക. നിങ്ങൾ വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ റൂൾസ് അത്രയേ ഉള്ളൂ. അതുപോലെ നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് മാർച്ച് 22-ാം തീയതിയാണ്. പക്ഷേ മാർച്ച് ആക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് വർക്ക് ഇതിൻ്റെ ഗ്യാപ്പിൽ എൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് മാർച്ചിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആരും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമ്മൾ പക്ഷെ പറ്റുന്നുണ്ടെങ്കിൽ മാർച്ചിന് മുമ്പും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. ബൈ.